അർജുനെ തേടി ഡ്രഡ്ജർ ഇന്നെത്തുന്നു എന്ന് പറയുന്നൊരു വാർത്ത ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വായിക്കുകയായിരുന്നു. അർജുനെ നമുക്കറിയാം, ഒരു പാവം ലോറി ഡ്രൈവർ, മണ്ണിടിച്ചിലിൽ കാണാതെ പോയ മലയാളി. അദ്ദേഹത്തിനെ കാണാതായിട്ട് മാസങ്ങളാവുന്നു. പക്ഷേ ഇപ്പോഴും നിശബ്ദമായി ആ ദൗത്യം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ തരം ഡ്രഡ്ജറാണ് കർണാടക സർക്കാർ അതിനുവേണ്ടി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അർജുനെ തിരച്ചിൽ പോരാ, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരു അധ്യാപക വൃത്തി ചെയ്തിരുന്ന പ്രൊഫസറായ ഒരാൾ തന്നെ ഒരു മൈക്കും കൊണ്ടുപോയി അവിടെ നടത്തിയ കോലാഹലങ്ങളും അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലും നടത്തിയ കർണാടക വിരുദ്ധ പരാമർശങ്ങൾ അതിനെ പിന്നെ പ്രാദേശികവാദങ്ങളായി, രാഷ്ട്രീയ വിഷയങ്ങളായി, അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിപ്പിച്ച എല്ലാ തോന്നിയാസങ്ങളും അങ്ങ് വിളിച്ചു കൂവിയ ശേഷം ഇപ്പോൾ വന്ന് അതിയാൻ ഓണക്കളി കളിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആളുകളെയൊക്കെ വട്ടം കൂട്ടിയിരുത്തി മൈക്കുമായിട്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഒരു കാര്യം വളരെ വേദനയോടെ പറയട്ടെ, ഇത്രയും വലിയ ഒരു പ്രൊഫഷനും ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് കാണുമ്പോൾ പലപ്പോഴും സഹതാപം തോന്നാറുണ്ട്. അദ്ദേഹത്തിനോട് അറിയാവുന്നവരോട് നിങ്ങൾക്ക് അടുപ്പമുണ്ടെങ്കിലൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഇരുന്ന പോസ്റ്റിനും അത്തരം കാര്യങ്ങൾക്കും യോജിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ വിശകലന പ്രവർത്തനങ്ങളെ അദ്ദേഹം നടത്താവൂ എന്ന്. വെറും അങ്ങൊരു സർക്കസുകാരനെ പോലെ ആകുന്നത് ഒരു ദുരന്തമാണ്. അതെന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോഴും അർജുനെ തേടിയുള്ള ഡ്രഡ്ജർ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ മുണ്ടക്കൈ മലയിൽ ഒരു ദുരന്തമുണ്ടായി. അവിടെ എത്രയോ മനുഷ്യരെ കാണാനില്ല. നമ്മൾ തെരച്ചിലെല്ലാം അവസാനിപ്പിച്ചു. ഇനി തെരഞ്ഞിട്ട് കാര്യമില്ല എന്ന ബോധ്യത്തിലാണ് അവസാനിപ്പിച്ചത്. അന്ന് ഒരാളിനെ കാണാതെ പോയപ്പോൾ നമ്മൾ ഇത്രമേൽ അട്ടഹസിക്കുകയും അപവാദം പറയുകയും ആക്രോശിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴും അത് തുടരുന്നത് കേൾക്കുമ്പോൾ കുറഞ്ഞ പക്ഷം അന്ന് ആക്ഷേപിച്ചവനൊക്കെ ഈ മൈക്കും കൊണ്ട് അവിടെ ചെന്ന് ആ ജനതയെയും ആ സർക്കാരിനെയും ആ സംവിധാനത്തെയും ഇപ്പോഴും വിടാതെ ആ പ്രവൃത്തി ചെയ്യുന്ന ആ മനുഷ്യരെയും ആ നയങ്ങളെയും ഒക്കെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഓർത്തു നോക്കൂ, യഥാർത്ഥത്തിൽ ഈ തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രശ്നമോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുമോ? അതൊക്കെയും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിർവഹിച്ചു പോരുന്ന മാനവികമായ ഇടപെടലുകളാണ്. അതുകൊണ്ട് മലയാളികൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കൊട്ടയും 10 മമ്മട്ടിയുമായി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയാൽ ഇപ്പോൾ വെട്ടിക്കോരിക്കൊണ്ടുവരുമെന്നും, പിന്നെ അതുകൂടാതെ വേറൊരാളുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, രഞ്ജിത്ത് ഇസ്രയേലി എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളി അവിടെ ഉണ്ടേ ഇവിടെ ഉണ്ടേ അവിടെ ഉണ്ടേ എന്നും പറഞ്ഞ് ആളുകളെ മൊത്തം ഇട്ട് വട്ടം ചുറ്റിച്ചു. അത് കഴിഞ്ഞ് ചാനൽ ലൈവുകാർ ഇവിടെ താണ്ട ഇത് നിർത്തിയിരിക്കുന്നു, ഉടനെ അത് ചായക്കടയാണോ, ദുരന്ത നിവാരണ പ്രവർത്തനം ഒരു കട പോലെയാണോ, 6 മണിക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചതാണ് ഈ അരുൺകുമാർ അടക്കമുള്ള ചാനൽ മാധ്യമപ്രവർത്തകരും അതുപോലുള്ള ആളുകളുമൊക്കെ. ഇപ്പോൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ടോ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ.